ഇനി ചോറിന്റെ കൂടെ കഴിക്കാൻ ഇതുപോലൊരു മീൻ ഫ്രൈ ഉണ്ടാക്കി നോക്കൂ. ഇതുപോലത്തെ ഒരു മീൻ ഫ്രൈ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ, ചോർക്ക് കൂട്ടാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിലേക്ക് 6 ചെറിയുള്ളിയും ഒരു 6-7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഏത് മീൻ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയിലേക്ക് 3 ടീസ്പൂണ് മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. എരിവുള്ള മുളകും പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ഇട്ടെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു പിഞ്ച് ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിന്റെ പൊടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇനി നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇതിലേക്ക് ഇട്ടെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ടെടുക്കുക. എല്ലാ മീൻ കഷ്ണങ്ങളും ചട്ടിയിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ടെടുക്കുക. അപ്പോൾ അതാ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഏത് മീനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് ഓഫ് ചെയ്യാം. ഒരിക്കലെങ്കിലും ഇതുപോലത്തെ ഒരു മസാല മീൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.